Morning all. Today we are going to discuss the last portion, clubbing and aggregation of index in the last portion, and to have a introductory idea about the topic, set off and carry forward of losses. According to the time availability and such, set off starting. If there is no sufficient time, it will be discussed in the next session. So the next question for today's discussion, we have discussed it, the last question. The last question was the, this one, and we will be discussing the question of Mr. X today. From the following particulars, compute the total income of Mr. X for the assessment year 2021. First item given here is income from profession, that is 15 lakh. Income of minor son, he is a professional singer. A professional singer mostly uses or earns the income by his own talent or skill. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ ക്ലബ് ചെയ്യാൻ പാടില്ല. And third thing is winning from lottery, that is ticket purchased on the name of Mr. X's minor daughter P. അപ്പോൾ അത് എന്തല്ല, ഇറ്റ് ഇസ് നോട്ട് ഹെറോൺ, അതായത് ഡോട്ടർ പിയുടെ സ്കിൽ കൊണ്ട് എക്സ്പെർട്ടൈസ് കൊണ്ട് ഏൺ ചെയ്യുന്നതല്ല ലോട്ടറി വിന്നിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് എന്ത് ചെയ്യാൻ പാടില്ല. ഇറ്റ് നീഡ് നോട്ട് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അത് ആരുടെ എമൗണ്ട് ആയിട്ട് തന്നെ എടുക്കും. ഇറ്റ് വിൽ ബി ടേക്കൺ ആസ് ദി എമൗണ്ട് വൺ ബൈ എക്സ് ഇറ്റ് സെൽഫ്. പിയുടെ ഇൻകം ആയിട്ട് എടുക്കില്ല. അതിനെ ആരുടെ ഇൻകം ആണോ കൂടുതൽ, പാരൻസിൽ ആരുടെ ഇൻകം ആണോ കൂടുതൽ, വി വിൽ ക്ലബ് വിത്ത് ദ ഇൻകം. Second is Mr. X's father gifted debenture in an Indian company to Mr. X's minor son Q. അപ്പോൾ ഒരു ഡോട്ടർ ഉണ്ട് പി, മൈനർ, ദെൻ അടുത്തത് മൈനർ സൺ ക്യൂ ആണ്. ആൻഡ് കമ്പനിയിൽ നിന്നും ഇൻട്രസ്റ്റ് പർച്ചേസ് ചെയ്ത് ഡിബഞ്ചർ പർച്ചേസ് ചെയ്ത് അതിൻ്റെ റിട്ടേൺസ് ഓർ കൺസിഡറേഷൻ എന്നുള്ള രീതിയിൽ ഇൻട്രസ്റ്റ് കിട്ടി കമ്പനിയിൽ നിന്നും, ഒരു ഇന്ത്യൻ കമ്പനിയിൽ നിന്നും. അത് ഗ്രാൻഡ് ഫാദർ ശരിക്കും കൊടുത്താണ്. മിസ്റ്റർ എക്സ് ഫാദർ മീൻസ് ഇറ്റ് വിൽ ബി ദി ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഇൻട്രസ്റ്റ് അക്രൂയിങ് മൈനസ് സണ്ണിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഏൺഡ് ഔട്ട് ഓഫ് ഹിസ് ടാലന്റ്, എക്സ്പെർട്ടൈസ് ഒന്നും അല്ല. അതുകൊണ്ട് അതിനെ ആരുടെ ഇംഗത്തിന്റെ കൂടെ ക്ലബ് ചെയ്യും, എക്സിന്റെ ഇംഗത്തിന്റെ കൂടെ ക്ലബ് ചെയ്യും. ദെൻ ഫിഫ്ത് പോയിന്റ് ഇസ് മിസ്റ്റർ എക്സസ് വൈഫ് ഇസ് എ ഗവൺമെന്റ് സർവന്റ് ആൻഡ് ഹെർ ഇൻകം ഫ്രം സാലറി. അത് വൈഫിന്റെ ഇൻകം ആയിട്ട് നമ്മൾ അത് എടുക്കും. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ്ഡ് ബൈ മിസ്റ്റർ എക്സ് ബട്ട് ഗിഫ്റ്റഡ് ടു മിസ്സസ് എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ദ കേസ് ഓഫ് ഹസ്ബൻഡ് ഓർ സ്പൗസ് തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ദോ ദ ഡിബഞ്ചർ പർച്ചേസ്ഡ് ബൈ മിസ്റ്റർ എക്സ്, ഹസ്ബൻഡായ എക്സ് പർച്ചേസ് ചെയ്താണെങ്കിലും അതിനെ മിസ്സസ് എക്സിന്, വൈഫിന് കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ ആക്ച്വലി എന്താണ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് ദി അസറ്റ് ഇസ് ഗിവൺ വിത്തൗട്ട് എനി കൺസിഡറേഷൻ. അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു. ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ, ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിന് ഇറ്റ്സ് എൻ ഇൻവെസ്റ്റ്മെന്റ്, ഓട്ടോമാറ്റിക്കലി അതൊരു അസറ്റ് ആണ്. അസറ്റ് ഇസ് ട്രാൻസ്ഫേർഡ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ. അപ്പോൾ ഇൻകം ആരുടെ ഇൻകം ആയിട്ട് തന്നെ എടുക്കും, ആ ഇൻട്രസ്റ്റ് 40,000 എന്ന് പറയുന്നത് ട്രാൻസ്ഫറായ എക്സിന്റെ ഇൻകമായിട്ട് തന്നെ എടുക്കും. Then the last case, interest on bank deposit in the name of another minor daughter. ഓൾറെഡി നമ്മളൊരു മൈനർ സണ്ണും മൈനർ ഡോട്ടറിന്റെ കേസ് പറഞ്ഞു, പി ആൻഡ് ക്യൂ. അത് കൂടാതെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു മൈനർ ഡോട്ടർ, ദാറ്റ് ഇസ് ആർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്നലെ 3 സിറ്റുവേഷനിലാണ് ഇൻകം ക്ലബ് ചെയ്യപ്പെടാത്തത്. ദ ഫസ്റ്റ് സിറ്റുവേഷൻ ഇസ് when it is earned out of their skill, talent or expertise. ഒരു മൈനർ ആയിട്ടുള്ള ഒരു സൺ ഓർ ഡോട്ടർ, whoever it is,
ഒരു മൈനർ ചൈൽഡിന്റെ ഇൻകം ക്ലബ് ചെയ്യില്ല ആ സിറ്റുവേഷനിൽ. പിന്നെ എന്തെങ്കിലും മാനുവൽ വർക്ക് ചെയ്ത് ഏൺ ചെയ്യുന്ന ഇൻകം ആണെങ്കിലും അത് നമ്മളെ പാരന്റിന്റെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യില്ല. പിന്നെ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ് ആണെങ്കിലും നമ്മൾ ഇൻകം ക്ലബ് ചെയ്യില്ല. അപ്പൊ ഈ ഇൻകം ലാസ്റ്റ് ഐറ്റം ആറെന്ന് പറയുന്ന ഡോട്ടറിന്റെ ഇൻകമായിട്ട് തന്നെ എടുക്കും. ഇറ്റ് വോണ്ട് ബി ക്ലബ്ഡ്. ഇനി ആരുടെ കൂടെയാണ് നമ്മൾ ഇതൊക്കെ ഇനി ക്ലബ് ചെയ്യാൻ പോകുന്നത്? ആസ് പെർ ദ ഗിവൺ ഇൻഫർമേഷൻ ആദ്യത്തെ ഐറ്റത്തിൽ ഒരു ഇൻകം ഫ്രം പ്രൊഫഷൻ മാത്രമുണ്ട്, എക്സിന്റെ ഇൻകം ആയിട്ട് പറയാം 15 lakh. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളതെല്ലാം അതർ അസസീസ്, അതായത് മൈനർ ഡോട്ടർ, മൈനർ സൺ, അങ്ങനെ പല പല ആൾക്കാരുടെ ഇൻകം ആയിട്ടാണ് തന്നത്. അതിനും ശേഷം ലാസ്റ്റ് പിന്നെ വൈഫിന്റെ ഇൻകം ആയിട്ട് ഒരു 6 lakh rupees പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇവിടെ ഗ്രേറ്റർ ഇൻകം എന്ന് പറയുന്നത് ആരുടെ ഇൻകം ആണ്? ഇറ്റ് ഇസ് ദി ഇൻകം ഓഫ് ഫാദർ ഹിയർ, അല്ലെങ്കിൽ മിസ്റ്റർ എക്സിന്റെ ഇൻകം ആണ് ഗ്രേറ്റർ ഇൻകം. സോ യു വിൽ ക്ലബ് ഓൾ അതർ മൈനർ ചൈൽഡ്സ് ഇൻകം അലോങ് വിത്ത് ദിസ്. You will add up. പിന്നെ നമ്മൾ ക്ലബ് ചെയ്യുന്നതിന് ഒരു എക്സംഷൻ ഉണ്ട്. ആക്ച്വൽ ഇൻകം ഓർ rupees 1,500, whichever is less will be allowed as exemption. Finally, you will get our question was എല്ലാ പേഴ്സന്റെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ല ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എക്സ്. അതുകൊണ്ട് ടോട്ടൽ ഇൻകം ആഡ് അപ്പ് ചെയ്തു. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തേർഡ് ഐറ്റം ക്ലബ് ചെയ്യണമായിരുന്നു. ദെൻ ഫോർത്ത് ഐറ്റം ടു ബി ക്ലബ്ഡ്. ഇത് വൈഫിന്റെ ഇൻകം ആണ് അഞ്ചാമത്തെ ഐറ്റം. അതിപ്പോൾ വേണ്ട, കാരണം എക്സിന്റെ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ, ഹസ്ബൻഡ് വൈഫിന് ട്രാൻസ്ഫർ ചെയ്തത്, അത് ആരുടെ ഇൻകം ആയിട്ട് തന്നെ എടുക്കും? എക്സിന്റെ ഇൻകം ആയിട്ട് തന്നെ എടുക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ എടുക്കില്ല, അത് ആറിന്റെ ഇൻകം ആയിട്ട്. ഇഫ് ദ ക്വസ്റ്റ്യൻ ആസ് ടു കാൽക്കുലേറ്റ് എല്ലാ അസസിയുടെയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആറിന്റെ ഇൻകം ആയിട്ട് അത് റെക്കോർഡ് ചെയ്യും. സോ ഇഫ് ദർ ഇസ് എനി ഡൗട്ട് ഇൻ ദിസ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ നോട്ട് ചെയ്യണമെന്ന് അതവിടെ പോയിന്റ്സ് വന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. So if you have any doubts, you can ask me. Okay. So moving to the next question. So in the next question, it is a situation, ഒരു പ്രോബ്ലം പോലെ അല്ല, whether the income to be clubbed or not, അത് ജസ്റ്റ് മെൻഷൻ ചെയ്യാന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എമൗണ്ടിനല്ല പ്രയോറിറ്റി പറഞ്ഞിരിക്കുന്നത്. You can see the question. In consideration of a promise to marry, Rahim transferred to Jamila certain bonds of a company. അതായത് റഹീം is transferring to Jamila കമ്പനിയുടെ ബോൺസ് ട്രാൻസ്ഫർ ചെയ്യാണ് ഫോർ ഗെറ്റിംഗ് മാരീഡ്. മാരി ചെയ്യും എന്നുള്ള ഒരു പ്രോമിസോട് കൂടി അതിന്റെ കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കുന്നതാണ്. They married on 12th June 2018. 2016 ട്രാൻസ്ഫർ ചെയ്യുന്നത്, 2018 they get married. During the previous year, Jamila received interest on the bonds amounting to rupees 3,000. ജമീലയ്ക്ക് ആ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് ആയ ബോണ്ടിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയ അസറ്റ് നിന്നും കുറച്ച് എമൗണ്ട് ഇൻകം ആയിട്ട് കിട്ടി 3,000. Who, that is Rahim or Jamila, who is liable to pay tax on the interest income and why? So നമ്മൾ പറഞ്ഞിട്ടുണ്ട്, without adequate consideration, when an asset is transferred to the spouse, the income from the transferred asset, ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കപ്പെടുന്ന അസറ്റിൽ നിന്നും കിട്ടുന്ന ഇൻകത്തിനെ നമ്മൾ
ഇൻകം ഓഫ് ദി ട്രാൻസ്ഫറർ ആയിട്ട് തന്നെ എടുക്കും. എന്ന് വെച്ചാൽ ഈ കേസിൽ റഹീമാണ് ട്രാൻസ്ഫറർ ആൻഡ് ജമീല ഇസ് ദി ട്രാൻസ്ഫറി. പക്ഷെ അത് മാത്രമല്ല അവിടെ നോക്കേണ്ട കാര്യം, വെൻ ദ അസറ്റ് ട്രാൻസ്ഫർ ടേക്കിംഗ് പ്ലേസ്, അതായത് 15th October 2016 നടക്കുന്ന അസറ്റ് ട്രാൻസ്ഫറിന്റെ സമയത്ത് they are not spouse, that is the relationship does not exist at that on the 2 dates, that is at the time of transfer as well as at the time of receiving that income. എന്നുവെച്ചാൽ ഇൻകം കിട്ടിയപ്പോഴും ഇല്ല, അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവർ തമ്മിലുള്ള റിലേഷൻ ഇല്ല. സോ ഇൻ ദിസ് കേസ് ബിഫോർ മാരേജ് ആണ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ even though if it is after marriage also, the interest income cannot be included in the income of the transferor. The income is accessible in the hands of Jamila. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കോണ്ടെക്സ്റ്റ് വെച്ച് പറഞ്ഞാൽ if there were spouse, husband and wife ആയിരുന്നു, അവരുടെ മാരേജ് നിലനിന്നിരുന്നു എങ്കിൽ that will be the income of the Rahim. But in this situation, when the asset transfer as well as when the income is accrued, ആ ഡേറ്റിൽ, അതായത് 12th ജൂണിലാണ് മാരി ചെയ്യുന്നത്, അപ്പൊ അതിന് മുന്നേ ആണ് ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പം രണ്ടും ബിഫോർ ദി എന്താണ് എഗ്രിമെന്റ് ഓഫ്, അല്ലെങ്കിൽ ബിഫോർ ദ എഗ്രിമെന്റ് ടു ലീവ്, അവര് മാരേജ് എന്ന് പറയുന്ന ആ എഗ്രിമെന്റിലോട്ട് എൻട്രി ചെയ്യാത്തിടത്തോളം കാലം ദിസ് ഇൻകം വിൽ ബി ടാക്സ്ഡ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ജമീല. ഇപ്പൊ ഇതേ സിറ്റുവേഷൻ ഇതിപ്പോ ബിഫോർ മാരേജ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇനി മാരേജ് കഴിഞ്ഞിട്ടാണെങ്കിലും ഇഫ് ദേ ഹാവ് agreed to live apart ആണെങ്കിൽ whoever be the person receiving the income becomes taxable. So moving to the next question, if you have any doubts you can ask me. The third question for today's discussion is the case of gift. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് when you take the clubbing portion. Clubbing portion അകത്തൊരു വരുന്ന ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് the gift. അപ്പോൾ അതിനകത്ത് ഗിഫ്റ്റിന്റെ പ്രൊവിഷൻ നോക്കുമ്പോൾ നമ്മൾ ഗിഫ്റ്റ് ഫ്രം റിലേറ്റീവ് ഇസ് നോട്ട് ടാക്സബിൾ എന്നുള്ളതാണ്. ഹു ആർ ദ റിലേറ്റീവ്സ് ആൻഡ് ആരൊക്കെയാണ് നമുക്ക് ഈ റിലേറ്റീവ് എന്ന ഹെഡിനകത്ത് അല്ലെങ്കിൽ ആ കാറ്റഗറിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതൊക്കെ വി ഹാവ് ഡിസ്കസ്ഡ് ഓൾറെഡി അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ലാസ്റ്റ് സെമിസ്റ്ററിൽ നമ്മൾ പഠിച്ചപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. അല്ലെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, എന്താണ് ഡിസ്റ്റന്റ് റിലേറ്റീവ് നമ്മൾ ആ റിലേറ്റീവ് എന്നുള്ള ഇതിൽ വരില്ല. ബ്ലഡ് റിലേറ്റീവ്സ് അല്ലെങ്കിൽ നിയർ റിലേറ്റീവ്സ് എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരും. സോ മിസ്റ്റർ റാം ഗിഫ്റ്റഡ് ₹50,000 to his wife in October. She purchased a house worth ₹1 lakh. അപ്പോൾ 1 lakhന്റെ ഹൗസ് വാങ്ങിച്ചു. പക്ഷെ അതിൽ 50,000 ഹസ്ബൻഡ് കൊടുത്ത ഗിഫ്റ്റ്, 30,000 സ്വന്തം അസറ്റ്സ്, 20,000 ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്ന്, ഒരാളുടെ കയ്യിൽ നിന്ന് ബോറോ ചെയ്തു. ഇങ്ങനെ വാങ്ങിച്ച ഹൗസ് ഷീ റെന്റഡ് ഇറ്റ് ഫോർ 1,500 per month. ആഫ്റ്റർ പേയ്മെന്റ് ഓഫ് ദ ലോൺ കഴിഞ്ഞ് ബാക്കി വരുന്നതിന് again she made another investment. വൈഫ് വേറൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി. The assessing officer wants to add the rental income and interest income in the income of her husband. അപ്പൊ അസസിംഗ് ഓഫീസറിന്റെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ളതിന്റെ മേജർ സോഴ്സ്, അത് വേണമെങ്കിൽ നമുക്കിപ്പോൾ 1 ലക്ഷം രൂപയുടെ ഇൻകം ആണല്ലോ, മീൻസ് ഹൗസ് ആണല്ലോ വാങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഏകദേശം 50% വാസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ഹസ്ബൻഡ് ആണ്. അപ്പോൾ അസസിംഗ് ഓഫീസർ വാസ് ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ഈ കിട്ടുന്ന ഇൻകം, റെന്റൽ ഇൻകം ആൻഡ് ദി ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഹസ്ബൻഡിന്റെ ഇൻകം ആയിട്ട് എടുക്കണം. ഈസ് ഇറ്റ് ജസ്റ്റിഫയബിൾ ആക്ഷൻ? അതാണ് ക്വസ്റ്റ്യൻ. പിന്നീട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ലേറ്റർ ഓൺ ഇഫ് ഷീ സെൽസ് ദ ബിൽഡിംഗ് ഫോർ 2,50,000, പിന്നീട് അത് ആ ബിൽഡിംഗ് 1 lakh rupees വാങ്ങിച്ച ഹൗസ് 2,50,000 സെല്ല് ചെയ്താൽ ഹു ഈസ് ലയബിൾ ടു പേ ടാക്സ് ഓൺ ദ ക്യാപിറ്റൽ ഗെയിൻ? വെദർ ഹസ്ബൻഡ് ക്യാപിറ്റൽ ഗെയിന് ടാക്സ് കൊടുക്കണോ, വൈഫ് ടു ബി ടാക്സ്ഡ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഹസ്ബൻഡ് ആക്ച്വലി ദി ട്രാൻസാക്ഷൻ സ്റ്റാർട്ട്സ് വിത്ത് ദ സിനാരിയോ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ₹50,000 ബൈ റാം ടു വൈഫ്. രാം വൈഫിന് ട്രാൻസ്ഫർ ചെയ്യുന്നു 50,000.
without consideration or without agreement to leave a part. Hence, the income is earned with the help of 50,000. അതായത് ഹസ്ബൻഡ് കൊടുത്ത 50,000 വെച്ചിട്ടാണ് ഹൗസിന്റെ 50% ഇൻവെസ്റ്റ്മെന്റ് മിസ്സസിന് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന്, അതായത് റെന്റ് ആയിട്ട് കിട്ടുന്ന ഇൻകം, അതാണല്ലോ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം, ആ റെന്റ് ആയിട്ട് കിട്ടുന്ന ഇൻകത്തിന്റെ 50% ആരുടെ ഇൻകം ആയിട്ട് എടുക്കാം? Can be taken as the income of Mr. Ram. But whereas the interest obtained from the merchant, rental income, അതുപോലെ തന്നെ ലോൺ റീപേ ചെയ്ത് ബാക്കി വരുന്ന സർപ്ലസിനെ, കാരണം അത് മാത്രമായിരുന്നു വൈഫിന് ഉണ്ടാവുന്ന എക്സ്പെൻസസ് എന്ന് നമുക്ക് വേണം പറയാം. 1,500 വെച്ച് റെന്റ് കിട്ടുമ്പോൾ ലോൺ എടുത്ത ലോണിന് ഇൻട്രസ്റ്റ് പേ ചെയ്യുക, ബാക്കി വരുന്നതിന് ഷീ ഇൻവെസ്റ്റഡ്. സോ ദി ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം ദ മെർച്ചന്റ് ഈസ് അസസബിൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി വൈഫ് ഇറ്റ്സെൽഫ്. വൈഫിന് തന്നെ അത് ടാക്സബിൾ ആവും. അവിടെ ആരെ ലയബിൾ ആക്കാൻ പറ്റില്ല. റാം കുഡ് നോട്ട് ബി മെയ്ഡ് ലയബിൾ ബിക്കോസ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ട ഇൻകം ഏൺ ചെയ്തിരിക്കുന്നത് ഇസ് out of purview of the transferred asset. So ini appo aa situation il adayathu income earn cheythathu, that is out of the deposit made with the merchant. Surplus vanna paisayil ninnum investment cheydirikkunnu ennu parayunnathu could not be made liable. Husband could not be made liable for that income because that income is earned with the income of transferred asset. It is out of the purview. പക്ഷേ ലാസ്റ്റ് സെഷൻ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ക്വസ്റ്റ്യൻ നോക്കിയാല്, ഇഫ് ദ ബിൽഡിംഗ് ഇസ് സോൾഡ്, 2.5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ബിൽഡിംഗ് സെറ്റിൽ ചെയ്താൽ അവിടെയും ആ പെർട്ടിക്കുലർ കേസിലും എത്ര പെർസെൻറ്റേജ് മാത്രമേ, എത്രയാണോ ക്യാപിറ്റൽ ഗെയിൻ, നമുക്കിപ്പോ 2,50,000 ആണ് സെല്ല് ചെയ്യുന്നത്, ഇറ്റ് പർച്ചേസ് ഫോർ 1 lakh. അപ്പോൾ ദ ക്യാപിറ്റൽ ഗെയിൻ വിൽ ബി 1,50,000. ഈ 1,50,000 ഹാഫ് 50% ആരുടെ ഇൻകം ആയിട്ട് എടുക്കാം? ഹസ്ബൻഡിന്റെ ഇൻകം ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഗെയിൻ ചെയ്തതായിട്ട് എടുക്കാം. ബട്ട് ദി അതർ 50%, അതായത് 1,50,000, 2,50,000 സെല് ചെയ്യുന്നത്, 1,00,000 ഹൗസ് പർച്ചേസ് ചെയ്തത്. സോ ദി ഗെയിൻ ഈസ് 1,50,000. ആ 1,50,000 ഹാഫ് ആയ 75,000 will be taxed as the income of husband, that is Mr. Ram, and the remaining 75,000, ബാക്കി പകുതി 75,000 ആരുടെ ഇൻകം ആയിട്ട് എടുക്കും? വൈഫിന്റെ ഇൻകം ആയിട്ട് എടുക്കും. സോ ദാറ്റ് ഈസ് ദി peculiar case. If you have any doubt in the 2 questions discussed, അതായത് മിസ്റ്റർ റാമിന്റെയും അതുപോലെ മിസ്റ്റർ റഹീമിന്റെ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can ask. Otherwise we will move on to the next question. Okay, moving to the next question. Again, is also the case, who will be made taxable and all the find out the question. Who is liable to pay tax on the following incomes? The first case is Mr. Ram transferred a property worth rupees 2 lakh to his son's wife. This is the case of daughter-in-law. Son's wife like property transfer, asset transfer to daughter-in-law. The income accrued to her from the property, that is rupees 20,000 during the previous year. Appo without adequate consideration ആണ് റാമിന്റെ daughter-in-law transfer ചെയ്യുന്നത്. So this 20,000, അതായത് ആ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടിയ 20,000 will be taxed as the income of, or it will be clubbed to the income of Mr. Ram and not in the hands of son's wife. അതായത് daughter-in-lawയുടെ ഇൻകം ആയിട്ടല്ല നമ്മൾ ടാക്സ് ചെയ്യപ്പെടുന്നത്. It will be taxed as the income of Mr. Ram.
Then next case, Mr. Ram, a member of Hindu undivided family, transferred his personal property worth rupees 1 lakh to the HUF on 10th July 2018. Okay, this is the case of converted property. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഒരു ഇതാണ്, ഒരാളുടെ സ്വന്തം ഓൺ മീൻസ് പേഴ്സണൽ പ്രോപ്പർട്ടീനെ ഹി ഈസ് ട്രാൻസ്ഫറിങ് ഇറ്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അപ്പോൾ അത് കൺവേർട്ടഡ് പ്രോപ്പർട്ടി ആയി എന്ന് വെച്ചാൽ സ്വന്തം പേരിലുള്ളതിനെ HUF-ന്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു വിത്തൗട്ട് എനി കൺസിഡറേഷൻ. സോ ദ ഇൻകം അക്രൂഡ് ടു ദ ഫാമിലി ഫ്രം ദ പ്രോപ്പർട്ടി. HUF-ന് ഇൻകം കിട്ടി 20,000. അപ്പോൾ ദ ക്വസ്റ്റ്യൻ ഇസ് whether that 20,000 HUF-ന്റെ income ആയിട്ട് എടുക്കുമോ അതോ റാമിന്റെ income ആയിട്ട് എടുക്കും. So it is the case of converted property situation. The whole income from such property will be taxed in the hands of Ram and not in the hands of HUF. കാരണം without any consideration ആണ് റാം സ്വന്തം പേരിൽ ഉണ്ടായിരുന്ന പ്രോപ്പർട്ടിനെ HUF-ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. To the next question. From the following information, compute the income of Mr. Shyam and Mrs. Shyam for the assessment year 2021 and explain who is liable to pay tax on such income. അപ്പോൾ ഇൻകം ഓഫ് മിസ്റ്റർ ശ്യാം തന്നിട്ടുണ്ട്, മിസ്സസ് ശ്യാം തന്നിട്ടുണ്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ആൻഡ് യു ആർ സപ്പോസ് ടു എക്സ്പ്ലെയിൻ ഹൂ ഈസ് ലൈബിൾ ടു പേ ടാക്സ്. ഫസ്റ്റ് തന്നിരിക്കുന്ന ഇൻകം ഓഫ് മിസ്റ്റർ ശ്യാം ആണ് ഫ്രം ബിസിനസ് ആസ് വെൽ ആസ് ഫ്രം ഡിബഞ്ചേഴ്സ്. ഗ്രോസ് ഇൻകം ഡയറക്ട്ലി ഗ്രോസ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. സോ യു ക്യാൻ ജസ്റ്റ് ആഡ് അപ്പ്. അപ്പോൾ ശ്യാമിന്റെ ഇൻകം കിട്ടി, പക്ഷെ വി ഹാവ് ടു റീഡ് ദ റിമൈനിങ് പാർട്ട്. ഇൻകം ഓഫ് മിസ്സസ് ശ്യാം, ദാറ്റ് ഇസ് സാലറി, അത് മിസ്സസിന്റെ തന്നെ ആയിട്ട് എടുക്കും. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ, ഇൻട്രസ്റ്റ് ഇസ് ഗ്രോസ് എമൗണ്ട് ട്രാൻസ്ഫേർഡ് ബൈ മിസ്റ്റർ ശ്യാം വിത്തൗട്ട് കൺസിഡറേഷൻ. കൺസിഡറേഷൻ വാങ്ങാതെ ശ്യാം മിസ്സസിനെ ട്രാൻസ്ഫർ ചെയ്താണ്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ആ 10,000 എന്ന് പറയുന്നത് ആരുടെ ഇൻകം ആയിട്ട് തന്നെ എടുക്കും? ശ്യാമിന്റെ ഇൻകം ആയിട്ട് തന്നെ എടുക്കും. Then third is interest on loan from a firm is 4,000. ഇൻട്രസ്റ്റ് ഓൺ ലോൺ അത് ഹസ്ബൻഡ് എടുത്തതാണോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. സോ വി ക്യാൻ അസ്യൂം ദാറ്റ് ദ ലോൺ is taken by Mrs. itself. അത് മിസ്സസിന്റെ തന്നെ ലയബിലിറ്റി ആയിട്ട്, അല്ലെങ്കിൽ അത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. അതായത് എന്താണ് സിറ്റുവേഷൻ? ലോൺ എടുത്തിരിക്കുന്നതല്ല, ദി മിസ്സസ് ഇസ് റിസീവിങ് എ ഇൻട്രസ്റ്റ് ഫ്രം എ ഫേം. എന്ന് വെച്ചാൽ മിസ്സസ് ശ്യാം കുറച്ച് എമൗണ്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് ലോണായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ലോണായിട്ട് കൊടുത്ത എമൗണ്ടിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ്. സി, പക്ഷേ അനദർ ഇൻഫർമേഷൻ ഇസ് ഗിവൺ. The loan was given out of the interest income mentioned in 2. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചറിൽ നിന്നാണ് ആ എമൗണ്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞൊരു സിറ്റുവേഷനിൽ നമ്മളിത് കണ്ടതാണ്. ദാറ്റ് ഈസ് ഇഫ് യു ആർ ഏർണിംഗ് ആൻ ഇൻകം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഇൻകം ഫ്രം അസറ്റ് ട്രാൻസ്ഫേർഡ്, അതായത് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ഒരു അസറ്റ്, അതിൽ നിന്ന് കിട്ടിയ ഇൻകം, അതായത് ട്രാൻസ്ഫേർഡ് അസറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അത് ആരുടെ ഇൻകം ആയിട്ട് എടുക്കേണ്ട? ട്രാൻസ്ഫറിന്റെ ഇൻകം ആയിട്ട് എടുക്കേണ്ട. ഇത് ലാസ്റ്റ് കേസ് നമ്മൾ ഒരു സിറ്റുവേഷൻ കണ്ടായിരുന്നു, ദി സിറ്റുവേഷൻ ഓഫ് റിസീവിംഗ് ഇൻട്രസ്റ്റ് ഫ്രം ദ മെർച്ചന്റ്. അതായത് ഒരു ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിച്ചു, അതിൽ നിന്ന് കിട്ടിയ റെന്റ് വെച്ച് ലോൺ റീപേ ചെയ്തു, ബാക്കി സർപ്ലസ് ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ ആ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന, ഇൻവെസ്റ്റ്മെന്റിനുള്ള ഫണ്ട് എന്ന് പറയുന്നത് ഹൗസിൽ നിന്നായിരുന്നു കണ്ടെത്തിയിരുന്നെങ്കിൽ പോലും ദി ഇൻട്രസ്റ്റ് ഇൻകം റിസീവ് ഫ്രം സച്ച് ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്നതിനെ നമ്മുടെ ഹസ്ബൻഡിന്റെ ഇൻകത്തിലൂടെ ഒതുക്കില്ല. ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് അസറ്റിൽ നിന്നും കിട്ടിയ ഇൻകം വെച്ചിട്ട് നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എടുക്കില്ല.
It is nothing but I will show you. Here are the cases. Mr. Sham and Mrs. Sham. Okay. Sham debentures കൊടുത്തു without any adequate consideration. അതിന് ഇൻട്രസ്റ്റ് കിട്ടി ഇൻകമായിട്ട്. ഇൻട്രസ്റ്റ് ഇപ്പോൾ റിസീവ് ചെയ്യുക മിസ്സസ് ആയിരിക്കും. Even though it is being received by Mrs., it will be taxed as the or clubbed with the income of Mr. Sham. That is the first part. ഈ കിട്ടിയ ഇൻകത്തിൽ നിന്നും she had given it to a firm, partnership firm, ലോൺ ആയിട്ട് കൊടുത്തു. ലോണിൽ നിന്നും ഇൻട്രസ്റ്റ് കിട്ടുന്നു. അപ്പോൾ ദിസ് ഇൻട്രസ്റ്റ്, ഈ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദി സബ്ജക്ട് മാറ്റർ ഓഫ് മിസ്റ്റർ ഷാ. അതായത് നമ്മൾ ഈ കേസിൽ ഈ ഡിബഞ്ചറിനെയാണ് നമ്മൾ ട്രാൻസ്ഫേർഡ് അസറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് an asset which is transferred by the transferor. The transferor and she is transferee. അപ്പോൾ ഈ ട്രാൻസ്ഫേർഡ് അസറ്റിൽ നിന്ന് കിട്ടിയ ഇൻകം, ഓക്കെ, അതുവരെ ആർക്ക് ടാക്സബിൾ ഉള്ളൂ? ട്രാൻസ്ഫറർക്ക് ടാക്സബിൾ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവിടുത്തെ ട്രാൻസ്ഫേർഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഡിബഞ്ചറാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ആ ഡിബഞ്ചറിൽ നിന്ന് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ട്രാൻസ്ഫറായ ഷ്യാം ലയബിൾ ആക്കാം. പക്ഷേ if any income is received out of the transferred asset, ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇൻട്രസ്റ്റ്, അതിൽ നിന്നും വീണ്ടും എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ട്രാൻസ്ഫറി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഇൻകം ഏൺ ചെയ്താൽ അത് ആരുടെ മാറ്റർ അല്ല, അല്ലെങ്കിൽ ആരുടെ കൺസേൺ അല്ല, അല്ലെങ്കിൽ ആര് ലയബിൾ ആവില്ല? ട്രാൻസ്ഫറർ ലയബിൾ ആവില്ല. ചിലപ്പോൾ മിസ്സസ് പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല കിട്ടിയ പൈസ എന്ത് ചെയ്തിട്ടുണ്ടെന്ന്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ട്രാൻസ്ഫേർഡ് അസറ്റിൽ നിന്നും നമ്മൾ എന്തെങ്കിലും ഏൺ ചെയ്ത് ഇൻകം ഏൺ ചെയ്താൽ ആ ഇൻകത്തിൽ നിന്നും അഗെയിൻ ഇഫ് യു മെയ്ഡ് ആൻ ഇൻവെസ്റ്റ്മെന്റ്, വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തു, ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് അഗെയിൻ ഇൻകം ഏൺ ചെയ്താൽ ഇറ്റ് വോണ്ട് ബി അണ്ടർ ദ പെർവ്യൂ ഓർ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ദ പെർവ്യൂ ഓഫ് ദ ട്രാൻസ്ഫറർ. അവിടെ ഷ്യാം ലയബിൾ ആക്കേണ്ട കാര്യം ഇല്ല. സോ അപ്പോൾ ഇവിടെ ബിസിനസ് ഇൻകം ഉണ്ട് ഷ്യാമിൻ്റെത്, ബിസിനസ് ഇൻകം, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, പിന്നെ ഗിഫ്റ്റ് ആയിട്ട് വൈഫിന് കൊടുത്തതിന് ക്ലബ് ചെയ്യണം. അങ്ങനെ 3 ഐറ്റം യു വിൽ ഗെറ്റ് ദി ടോട്ടൽ ഇൻകം ഓഫ് ഷ്യാം. അവർ ക്വസ്റ്റ്യൻ ഇസ് എക്സ്പ്ലെയിൻ ഹു ഈസ് ലയബിൾ ടു പേ ഇൻകം എന്ന് ചോദിച്ചിട്ടുള്ളൂ. ബട്ട് കമ്പ്യൂട്ട് ദ ഇൻകം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹിയർ they have done the taxable portion കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5,60,000 സ്ലാബ് റേറ്റിൽ they have calculated the tax. That we will discuss in detail when we go through the topic of assessment of individual അല്ലെങ്കിൽ computation of total income ഒക്കെ വരുന്ന ആ സിറ്റുവേഷനിൽ നമ്മളത് കാണും, how to calculate the tax and all. ഇനി ആ സിറ്റുവേഷനിൽ ഈ പറഞ്ഞ ക്ലബിങ്ങും സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ് ഇതെല്ലാം ചിലപ്പോൾ വെൻ യു ആർ മേക്കിംഗ് ദി അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇതെല്ലാം കൂടി ഒരുമിച്ച് വരാനുള്ള സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് ഐ ഹാവ് പ്ലാൻഡ് ടു കവർ
ആദ്യം ക്ലബിങ് പറഞ്ഞ് സെറ്റ് ഓഫും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വി ക്യാൻ ഗോ ടു ദി കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഉണ്ട്. സോ നെക്സ്റ്റ് ഈ ക്വസ്റ്റിന്റെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ സപ്പോസ് ടു കാൽക്കുലേറ്റ് ദി ഇൻകം ഓഫ് മിസ്സസ് ശ്യാം. ഓൾറെഡി പറഞ്ഞു മിസ്സസ് ശ്യാമിന്റെ സാലറി, പിന്നീട് ദ ഇൻട്രസ്റ്റ് റിസീവ് ഫ്രം സച്ച് ലോൺ, കൊടുത്ത ലോണിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് 5,64,000. So they have calculated the tax. ഇവിടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is a situation of deemed income. ഡീംഡ് ഇൻകം ആയ ഒരു 10,000 റുപ്പീസിന്റെ ഒരു ഇൻകം വരുന്നുണ്ട്. ഇറ്റ് ക്യാൻ ഐദർ ബി റിക്കവേർഡ് ഫ്രം മിസ്റ്റർ ശ്യാം ഓർ മിസ്സസ് ശ്യാം. ഇൻ ദ സെൻസ് ദാറ്റ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ the taxable portion was 25,480, as well as the tax liability of Mrs. Shyam എന്ന് പറയുന്നത് 26,310 ആണ്. ദാറ്റ് ഈസ് കാൽക്കുലേറ്റഡ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ രണ്ടുപേരുടെ ടാക്സ് വന്നത്. പക്ഷേ അസസിങ് ഓഫീസർക്ക് ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,480 എന്ന് പറയുന്നത് ശ്യാമിന്റെ ടാക്സ് ആണ്. ആൻഡ് ദാറ്റ് 25,480 എന്ന് പറയുന്നത് 25,480 എന്ന് പറയുന്നത് അയാളുടെ ടോട്ടൽ ഇൻകം ആയ 5,60,000 ആയിരുന്നു. ശ്യാമിന്റെ സിറ്റുവേഷൻ പറഞ്ഞാൽ his income was 5,60,000 divided by, and that is for 5,60,000 ആയിരുന്നു ഇൻകം. അതിന്റെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 25,840. So 25,840 divided by 5,60,000. Then what is for 5,50,000? എവിടുന്ന ഈ 5,50,000 വന്നത്? 10,000 rupees, 10,000 is becoming deemed income ആയിട്ട് വരുന്നത്. അതായത് 25,840 എന്ന് പറയുന്ന ടാക്സ് ലയബിലിറ്റി വന്നത് ശ്യാമിന്റെ ഇൻകം 5,60,000 ആയിട്ട് എടുത്തപ്പോഴാണ്. എങ്കിൽ 5,50,000 ആണ് ശ്യാമിന് എടുക്കുന്നെങ്കിൽ എത്രയാണ് എമൗണ്ട്? സോ ദാറ്റ് ബിക്കംസ് 25,025 എന്നൊരു എമൗണ്ട് കിട്ടും. ആൻഡ് ഇറ്റ് ഓൾവേസ് ദ ടാക്സ് വിൽ ബി റൗണ്ടഡ് ഓഫ് ടു നിയറസ്റ്റ് വാല്യൂ, ദാറ്റ് ഇസ് 25,030. മൾട്ടിപ്പിൾസ് ലോട്ട് റൗണ്ട് ഓഫ് ചെയ്യും ടാക്സ് പേയബിൾ ആവുന്നത്. ഇത് രണ്ട് രീതിക്ക് ചെയ്യാം. ഐദർ ഇറ്റ് ക്യാൻ ബി റിക്കവർഡ് ഫ്രം ശ്യാം അല്ലെങ്കിൽ ഫ്രം മിസ്സസ് ശ്യാം. ഇനി മിസ്സസ് ശ്യാമിന്റെ കേസിലാണ് ചെയ്യുന്നതെങ്കിൽ മിസ്സസ് ശ്യാമിന്റെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ ഇറ്റ് വാസ് 26,310 ആയിരുന്നു ടാക്സ് ലയബിലിറ്റി. And her income was 5,64,000.
5,60,000. 5,64,000 ആണ് ആരുടെ ഇൻകം എങ്കിലും മിസ്റ്റർ ശ്യാമിന്റെ ഇൻകം എങ്കിലും ടേക്ക് ദി ഇൻകം ഓഫ് മിസ്റ്റർ ശ്യാം. കാരണം നമ്മളിവിടെ നോക്കുന്നത് 10,000 ഡീംഡ് ഇൻകം ആയിട്ട് കിട്ടിയ ഇൻകത്തിന് വെദർ ടു റിക്കവർ ദ ടാക്സ് ഫ്രം ശ്യാം ഓർ മിസ്റ്റർ ശ്യാം എന്നുള്ളതാണ്. 10,000. ഈ കിട്ടിയ ഇൻട്രസ്റ്റ് ആയ 10,000 നിന്നാണ് മിസ്സസ് ശ്യാം 4,000 ഇൻകം ഏൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വെൻ വി ടുക്ക് ദി ഇൻകം ഓഫ് മിസ്സസ് ശ്യാം നമ്മൾ 5,60,000 ആയിട്ട് എടുത്തത്. We didn't consider the 4,000 income earned. 470 ഡീംഡ് ഇൻകത്തിൽ കിട്ടും. സ്വന്തം ഇൻകത്തിന് കൊടുക്കുന്ന ടാക്സ് ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത് 26,310. സോ മിസ്സസ് ആണെങ്കിൽ 26,780. ഈ ഇങ്ങനെ ചെയ്ത് നോക്കുന്നതിൽ നിന്നുള്ള ഗുണം, ഹൂ ഈസ് ഹാവിങ് മോർ ടാക്സ് ലൈബിലിറ്റി, ഹൂ ഈസ് അസ്യൂമിങ് മോർ ടാക്സ് ലൈബിലിറ്റി നമുക്ക് മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെദർ ടു റിക്കവർ ഇറ്റ് ഫ്രം ശ്യാം ആണോ ബെനിഫിഷ്യൽ, വെദർ ടു റിക്കവർ ഇറ്റ് ഫ്രം മിസ്സസ് ശ്യാം ആണോ എന്നുള്ളത് മനസ്സിലാവും. Okay, any doubts? This is a rare case. ഇത്രയും ഡിസ്കസ് ചെയ്തതിനകത്ത് ഇങ്ങനെ ഒരു ഡീംഡ് ഇൻകത്തിന്റെ ഇഷ്യൂ വരുന്നത് ഈ ഒരു കേസിൽ മാത്രമാണ്. മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Can go through the question and answer again. Shyaminte, Mr. Shyaminte question നോക്കാം. Again, if you are having any doubt, we can discuss the same. So, Mr. Singh is a trader. Particulars of his income and those of the members of his family are given below. These incomes relate to the previous year ended 31st March 2020. That is income from business, Mr. Singh, 4,90,000. Salary computed from an educational institution of Mrs. Singh. അപ്പോൾ മിസ്റ്റർ സിംഗിന്റെ ആണ് ആദ്യം തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് മിസ്സസ് സിംഗ് തന്നിട്ടുണ്ട്. Interest on company deposits derived by Mr. Deep Singh, that is minor son. These deposits were made in the name of Deep Singh by his father's father about 6 years ago. Mr. grandfather ചെയ്ത ഡെപ്പോസിറ്റ് ഇൻകം ആയിട്ട് കിട്ടുന്നത് മിസ്റ്റർ ഡീപ് സിംഗിനാണ്, അതായത് മൈനറിനാണ്. അപ്പോൾ മൈനർ സ്വന്തം സ്കില്ലോ കാര്യങ്ങളോ കൊണ്ടല്ല ആണ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ക്ലബ്ഡ് വിത്ത് ദി പാരന്റ് ഹു ഈസ് ഹാവിംഗ് ഗ്രേറ്റർ ഇൻകം. Receipts from sale of paintings and drawings made by minor Dipali Singh, minor daughter of Mr. and Mrs. Singh, and a noted child artist. ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നോട്ടഡ് ആണെങ്കിലും അല്ലെങ്കിലും ഫ്രം സെയിൽ ഓഫ് പെയിന്റിങ്സ് ആൻഡ് ഡ്രോയിങ്സ് മെയ്ഡ് ബൈ ഹെർ എന്ന് പറയുന്നുണ്ട്. സ്വന്തം കഴിവുകൊണ്ട് കുട്ടിയാണ് ചെയ്തതാണ്. ഇറ്റ് വോണ്ട് ബി ക്ലബ്. Then the fifth item, income by way of lottery earnings by Master Dipinder Singh. Lottery earnings ആണ്, അതൊന്നും സ്കിൽ കൊണ്ട് കിട്ടുന്നതല്ല. സോ ഓട്ടോമാറ്റിക്കലി ദാറ്റ് വിൽ ഓൾസോ ബി ദാറ്റ് എമൗണ്ട് ഓഫ് 6,000 will also be clubbed with the parent having greater income. അപ്പോൾ who is having greater income എന്നുള്ളതാണ്. ഫസ്റ്റ് മിസ്റ്റർ സിംഗ്, ഫാദറിന് 4,90,000, mother is having 3,50,000. Automatically all the clubbings will be made with along with the father's income. അതെന്തുകൊണ്ടാണ് ഈ ഗ്രേറ്റർ ഇൻകത്തിന്റെ കൂടെ ക്ലബ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഹാവിങ് എ ലോജിക് ദാറ്റ് ഓൾറെഡി ഒരു പാരന്റിൽ ഒരാൾ, ഫാദർ അല്ലെങ്കിൽ മദർ വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ടാക്സബിൾ ലിമിറ്റിനകത്ത് ഉൾപ്പെടും. അപ്പോൾ ഇൻ ദാറ്റ് സിറ്റുവേഷൻ the greater income ഉള്ളവരുടെ കൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ either they will get the exemption and all. പിന്നെ രണ്ടുപേരെയും ചിലപ്പോൾ ടാക്സബിൾ ആ ലിമിറ്റിനകത്തോട്ട് കൊണ്ടുവരേണ്ട ആവശ്യം വരില്ല. പിന്നെ അതുമല്ല, ഇപ്പോൾ ഈ കേസിൽ
സിംഗിന് 4,19,000, മിസ്സസ് സിംഗിന് 3,50,000 ആണ്. അപ്പോൾ ലോവർ ഇൻകം ഉള്ള ഒരു പേഴ്സൻ്റെ കൂടെ നമ്മൾ ക്ലബ് ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ക്ലബിംഗ് എന്ന് പറയുന്ന ആൾക്കാർ ടാക്സ് ഇവേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാക്കി മാറ്റിയെടുക്കും. എന്ന് വെച്ചാൽ ഇൻകം കുറവുള്ള ആളിലോട്ട് എല്ലാം ക്ലബ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമത്തിലോട്ട് എത്തും. ഇറ്റ്സ് നോട്ട് എ ഗുഡ് പ്രാക്ടീസ്. അപ്പം ക്ലബ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കേസിൽ ക്ലബ് ചെയ്യുന്നത് 12,000 rupees, അതായത് ഡെപ്പോസിറ്റ്സ് നിന്ന് കിട്ടിയത്. പിന്നെ ക്ലബ് ചെയ്യേണ്ടത് ലോട്ടറി ഏർണിങ്സ്. രണ്ടും ക്ലബ് ചെയ്തു. ആ ഓരോ ഇൻകത്തിനും ആ ഇൻകം ആക്ച്വൽ ഇൻകം ഓർ 1,500 whichever less will be allowed as a exemption. അത് പോയിട്ട് ബാക്കി എമൗണ്ട് ടോട്ടൽ ഇൻകം ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യും. ബിക്കോസ് നമുക്ക് മിസ്റ്റർ സിംഗിന്റെ ഇൻകം ആയിട്ട് 4,90,000 തന്നിട്ടുള്ളൂ. പിന്നെ ക്ലബ് ചെയ്ത് ആഡ് ചെയ്തെടുക്കുന്ന ഇൻകം. So moving to the last question, the head. Mr. X gifted gold jewelry worth rupees 1 lakh to his wife, Mrs. X. It was acquired on the same day. Acquire ചെയ്ത അതേ ദിവസം തന്നെ കൊടുക്കുകയാണ്. On 1/5/2011, Mrs. X sold this jewelry for rupees 1,50,000 and invested the same in a plot. Okay, ഇതും again ആ ട്രാൻസ്ഫേർഡ് അസറ്റിലോട്ട് എത്തിച്ചേരുകയാണ്. 1/5/2011 മിസ്സസ് എക്സ് ഈ ജ്വല്ലറി സെൽ ചെയ്ത് കിട്ടിയ എമൗണ്ടിനെ ഒരു പ്ലോട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. ദ റിമൈനിങ് എമൗണ്ട് വാസ് പെയ്ഡ് ബൈ ഹെർ ഔട്ട് ഓഫ് ഹെർ ഓൺ ഫണ്ട്സ്. പ്ലോട്ട് വാങ്ങിയത് 3 ലക്ഷത്തിനാണ്. 1.5 ലക്ഷം രൂപയാണ് കറക്റ്റ് 50% ആണ് ഹസ്ബൻഡ് കൊടുത്ത ജ്വല്ലറി വിറ്റ് കിട്ടിയത്. റിമൈനിങ് 1.5 ലക്ഷം രൂപ സ്വന്തം ഫണ്ട്. ദ പ്ലോട്ട് വാസ് സോൾഡ് ഫോർ rupees 17,50,000 on 1/11/2019. Compute the income chargeable to tax in the hand of Mr. X and Mrs. X on the sale of jewelry and plot. രണ്ടിൻ്റെതും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വി ക്യാൻ ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ ജ്വല്ലറി സെയിൽ, കാരണം അതാണ് ആദ്യം നടന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഷോർട്ട് ടേം ആണ്, കാരണം 1/1/2010 കൊടുത്ത ജ്വല്ലറി 1/5/2011 കൊടുക്കുന്നു. അപ്പോൾ 1,50,000 1 lakhന് വിറ്റു. 1 lakhന് വാങ്ങിച്ചത് 1,50,000 സെല് ചെയ്തു. അപ്പോൾ അത് വിത്തൗട്ട് കൺസിഡറേഷൻ ആണ് ഹസ്ബൻഡ് വൈഫിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ടാക്സ് അല്ലെങ്കിൽ ആ ഗെയിൻ, ടാക്സബിൾ ഗെയിൻ എന്ന് പറയുന്നത് എക്സിന്റെ ആയിരിക്കും. 50,000 STCG എക്സ് ആയിരിക്കും. 36 months കൂടുതൽ വെച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇറ്റ് ബിക്കംസ് എ ഷോർട്ട് ടേം. ഇനി പ്ലോട്ടിന്റെ കേസ് എടുത്താൽ പ്ലോട്ട് സെല് ചെയ്തിരിക്കുന്ന 17,50,000, അതിൽ 3 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, 3 lakh rupees. ആൻഡ് വെൻ ഇറ്റ് വാസ് ഇൻവെസ്റ്റഡ്, അന്നത്തെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 184 ആണ്. സോ ഇൻഡെക്സ് ചെയ്യുമ്പോൾ 3 lakh ഡിവൈഡ് ബൈ 184 into 289. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് 4,71,196. അപ്പോൾ ഇതിൽ നിന്നുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 12,78,804. അപ്പോൾ കിട്ടിയ ഗെയിൻ എന്ന് പറയുന്നത് ഇതിനകത്ത് എക്സ് ഇൻവെസ്റ്റ് ചെയ്തത്, ഇനിഷ്യലി ഇൻവെസ്റ്റ് ചെയ്തത് ഒരു ലക്ഷം രൂപയാണ്. മിസ്സസ് എക്സ് ഇൻവെസ്റ്റ് ചെയ്തത് 2 lakh. അപ്പൊ അങ്ങനെയാണ് 3 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഒരു റേഷ്യോ ആയിട്ട് എടുത്താൽ ബിക്കംസ് 1:2. ഓക്കെ, ദാറ്റ് ഈസ് 1:2 മീൻസ് 1/3 ഹസ്ബൻഡിന്റെ കോൺട്രിബ്യൂഷനും 2/3 വൈഫിന്റെയും. അപ്പൊ കിട്ടിയ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനെ 1/3 എക്സിൻ്റെതും എക്സിന്റെ ടാക്സബിൾ ആക്കും, 2/3 will be taxable in the hands of wife. അങ്ങനെയാണ് നമ്മൾ ആ LTCG ടാക്സബിൾ ആക്കുന്നത്. So if you have any doubts, you can ask me.